ഹലോ. ഈ ഒരു വീഡിയോയിൽ 9ാം ക്ലാസ്സിൽ കാണുന്നുണ്ട് അനേകമായിരം അക്ഷരങ്ങൾ എന്ന് പറയുന്ന മലയാളം പാഠഭാഗത്തിലെ പഠന പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത്? വിശകലനം ചെയ്യുക. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളങ്ങൾ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ വായനക്കാരന് കണ്ടെത്താൻ കഴിയും. വൃത്തിയും വെടിപ്പുമുള്ള വീട്ടുമുറ്റങ്ങൾ, കുളിച്ച് വൃത്തിയായി വീടിൻ്റെ ഉമ്മറത്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലം, കറിച്ചട്ടികൾ, ചിരട്ടത്തവികൾ തുടങ്ങിയ ദൃശ്യാനുഭവങ്ങൾ ഈ മാറ്റത്തിൻ്റെ സൂചനകളാണ്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഇവിടെ വ്യക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അടിസ്ഥാന വർഗം അനുഭവിച്ച ജീവിതാവസ്ഥകളെ പലപ്പോഴായി നാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നവോത്ഥാന ചിന്തകളിൽ നിന്ന് ഊർജം സ്വീകരിച്ച് കാലത്തെ മുറിച്ച് കടക്കാൻ അവർക്ക് കഴിഞ്ഞു. അത്തരം മാറ്റത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും. ഇത്തരത്തിലുള്ള വാഗ്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ. അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണല്ലോ വാഗ്മയ ചിത്രങ്ങൾ. ധാരാളം വാഗ്മയ ചിത്രങ്ങൾ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ കാണാൻ കഴിയും. ഇവിടെ വാഗ്മയ ചിത്രങ്ങൾ വരികളിലും വർണ്ണനകളിലും ആവിഷ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മുറ്റത്തിൻ്റെ അരികിൽ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിമരം, വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും, അരികിൽ ചാഞ്ഞു കിടക്കുന്ന ചിരട്ടത്തവികളും ദൃശ്യമായ ചിത്രരചനയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് വരയ്ക്കാവുന്നതാണ്. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ. എൻ്റെ വംശത്തെപ്പറ്റി പൊയ്കയിൽ അപ്പച്ചൻ. ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകളാണ് പൊയ്കയിൽ അപ്പച്ചൻ തൻ്റെ കവിതയിൽ സൂചിപ്പിക്കുന്നത്. വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തന്നെ വംശത്തിൻ്റെ ചരിത്രം കണ്ടില്ലെന്നും മറ്റനേകം വംശത്തിൻ്റെ ചരിത്രങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചരിത്രപരമായി പെട്ടുപോയ ഒരു ജനസമൂഹത്തിൻ്റെ ആകുലതയെയാണ് അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നത്. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത പൊയ്കയിൽ അപ്പച്ചൻ്റെ കവിതയോട് ചരിത്രപരമായി പ്രതികരിക്കുന്നതാണ്. പൊയ്കയിൽ അപ്പച്ചൻ ആശങ്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ഇന്നത്തെ പ്രസാന്തകമായ ജീവിതത്തെയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ രേണുകുമാർ വരച്ചിരുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കേരളത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാന സമരങ്ങളുടെ പരിണതഫലം കൂടിയാണ്. ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മുകട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത്? അടുക്കിപ്പെറുക്കി വെടിപ്പാക്കൽ, കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ? വിശദമാക്കുക. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് കവിയുടെ ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നത്. കേരളത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങളും മുന്നേറ്റങ്ങളും ആണ് മാറ്റത്തിന് തുടക്കം കുറിച്ചത്. വർഷങ്ങളോളം അടിമകളും തൊട്ടുകൂടാത്തവരും തീണ്ടികൂടാത്തവരും ആയി കഴിയേണ്ടി വന്നിരുന്ന ഒരു ജനതയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം മാറ്റത്തെയാണ് അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് എന്നും മണ്ണിൽ പുരണ്ട് മുകട്ട ഒലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകൾ ആക്കിയത് എന്ന പ്രയോഗത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. സാഹിത്യവായന ചരിത്രവായനയായി മാറുന്ന സവിശേഷ പ്രാധാന്യം കൂടി ഈ കവിതയ്ക്ക് ഉണ്ട്. ഇത് സാഹിത്യത്തിൻ്റെ കരുത്തും സൗന്ദര്യവും വിളിച്ചറിയിക്കുന്നതാണെന്നതിൽ സംശയമില്ല. അടുത്തത്, ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം എന്താണ്? പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തകർക്ക് കരുത്തു പകർന്നതെങ്ങനെ? വിശകലനം ചെയ്യുക. കേരളത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. അടിസ്ഥാന വിഭാഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ആഴിയോളം ആഴത്തിൽ അറിവ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച സാധാരണക്കാരന് എഴുത്തും വായനയും നിഷേധിച്ച കാലഘട്ടത്തിൽ വെങ്ങാനൂരിൽ അയ്യങ്കാളി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു. എന്നാൽ അന്നത്തെ ഉന്നതകുലജാതരായ പ്രമാണിമാർ ആ പള്ളിക്കൂടം അഗ്നിക്ക് ഇരയാക്കി. തുടർന്ന് നടന്ന സമരങ്ങളുടെ ഫലമായി ജാതി വിവേചനം ഇല്ലാതെ എല്ലാ ജനതയ്ക്കും വിദ്യാലയങ്ങളിൽ പ്രവേശനം നടത്താമെന്ന് 1907 തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കി. പഞ്ചമി എന്ന ബാലികയെ തിരുവനന്തപുരം സ്കൂളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി ഈ ഉത്തരവ് നടപ്പാക്കുന്നു.
ഇതേ തുടർന്ന് ഊരുട്ടമ്പലം സ്കൂൾ പ്രമാണിമാർ അഗ്നിക്ക് ഇരയാകുകയുണ്ടായി. എന്നാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളയ്ക്കും എന്ന അയ്യങ്കാളിയുടെ പ്രഖ്യാപനം കേരളത്തിൻ്റെ നവോത്ഥാന സമരചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഉപവിഷയങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് സംഘടിപ്പിക്കാം. നവോത്ഥാനവും വിദ്യാഭ്യാസവും, കേരളീയ നവോത്ഥാനത്തിൻ്റെ വിവിധ ധാരകൾ, നവോത്ഥാനം പടികടത്തിയ അനാചാരങ്ങൾ, സാമൂഹിക നീതിക്കു വേണ്ടിയുള്ള സമരങ്ങൾ, സ്വാതന്ത്ര്യസമരവും നവോത്ഥാന പരിശ്രമങ്ങളും. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.